ഗൗരി ശങ്കരത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങളുടെ ഗൗരി ശങ്കറിനോട് പറയുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര വിശ്വാസമാണ് നഷ്ടപ്പെട്ടത്, അതുകൊണ്ട് ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഗൗരി വേഗം ബാഗൊക്കെ റെഡിയാക്കി തോളിലിട്ട് കഴിഞ്ഞിട്ട് ശങ്കറിനോട് നമുക്ക് എന്നേക്കുമായി പിരിയാം എന്ന് പറഞ്ഞു ഗൗരി പടിയിറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ശങ്കർ ആകെ ഷോക്കായിട്ട പോലെ ആവുന്നുണ്ട്. അതിനുശേഷം താഴേക്ക് ഗൗരിയുടെ പിന്നാലെ പോകുന്നുണ്ട്. ഗൗരി നിൽക്ക് എന്ന് പറഞ്ഞു ഗൗരിയുടെ ബാഗ് പിടിച്ച് വാങ്ങുന്നുണ്ട്. ഒരു അക്ഷരം പോലും മിണ്ടത്. ശരിയാവില്ല ശങ്കർ, നമുക്ക് പിരിയാം എന്ന് തന്നെ ഗൗരി പറഞ്ഞപ്പോൾ ഗൗരിയുടെ ചുണ്ടത്ത് ഇങ്ങനെ കൈ വയ്ക്കുന്നുണ്ട്, ശബ്ദിക്കരുതെന്ന് പറഞ്ഞ്. പിന്നീട് ഗൗരിയുടെ ബാഗ് വാങ്ങി നീ എത്രയും നമ്മുടെ മുറിയിലേക്ക് വരണമെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവിടെ ചെന്നതിന് ശേഷം വാതിലൊക്കെ അടച്ചിട്ട് ശങ്കർ ചോദിക്കുന്നുണ്ട്, നീ പറഞ്ഞല്ലോ പരസ്പര വിശ്വാസത്തിനെ പറ്റി വലിയ ഡയലോഗ്, ഞാൻ എങ്ങനെ വിശ്വസിക്കണമെന്നാണ് നീ പറയുന്നത്? നീ നമ്മുടെ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി ഓർമ്മയുണ്ടോ എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ശങ്കർ ആ പൊതി എടുത്തും കഴിഞ്ഞിട്ട് ഗൗരിയുടെ തലയിൽ കൂടെ ഇടുന്നു. അതായത് ഗൗരി ആദ്യം ചെയ്ത ആ ലെറ്ററൊക്കെ ശങ്കർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തുടങ്ങി ഇന്ന് വരെയും നീ എന്നെ സ്നേഹിച്ചിട്ടില്ല, സന്തോഷത്തോടെ അതുപോലെ തന്നെ എന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഞാൻ അന്നെയാണെന്നൊക്കെ നീ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. ഒരാളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ നമുക്ക് ചുഴ്ന്നു നോക്കാനുള്ള ശക്തിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിശ്വസിക്കാതിരുന്നത്. നിനക്ക് എന്നെ ഇഷ്ടമില്ലല്ലോ, അപ്പോൾ പിന്നെ നിൻ്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടാവുമെന്നല്ലേ ഞാൻ കരുതിയത്. ഞാനങ്ങനെ ചിന്തിച്ചതിൽ എന്താണ് തെറ്റ് എന്നൊക്കെ ചോദിച്ച് ശങ്കർ അങ്ങനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഗൗരിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. ആരായാലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ എന്ന് ഗൗരിക്ക് മനസ്സിലായിരുന്നുണ്ട്. പിന്നീട് ശങ്കർ പറയുന്നുണ്ട്, നീ എന്നെ പറഞ്ഞ ഡയലോഗുകളൊക്കെ നീ ഒന്നും കൂടെ പറയാൻ പറയുന്നുണ്ട്. അങ്ങനെ ഗൗരി സന്തോഷത്തോടെയും ചിരിച്ചുകൊണ്ടും ശങ്കറിന് ഒരുപാട് ഇഷ്ടമാണ്, പ്രണയമാണ്, ആത്മാർത്ഥമായിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷത്തോടെ അങ്ങനെ പറയുമ്പോൾ ശങ്കർ അത് വീണ്ടും വീണ്ടും കേൾക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം കൂടി ഗൗരിനെ കൊണ്ട് അത് പറയിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ശങ്കർ ഗൗരിനെ ചേർത്ത് നിർത്തി നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുന്ന സമയത്ത് വാതിൽ മുട്ടുന്നുണ്ട്. ശങ്കറെ എന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് രാധാമണി ഭയങ്കര ശബ്ദത്തിൽ മുട്ടുമ്പോൾ ശങ്കർ ചെന്ന് വാതിൽ തുറക്കുന്നുണ്ട്. അമ്മ എന്തിനാ ഇങ്ങനെ കിടന്നിട്ടുള്ളൂ, ഇവിടെ എന്താ ഉണ്ടായേ? അമ്മയ്ക്കിപ്പോൾ ഞങ്ങൾ രണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ നേരെ സംസാരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് അമ്മയ്ക്ക് കയറി വരേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നീ ഒന്ന് അടങ്ങടാ, കമലയ്ക്ക് പാടില്ല, അതുകൊണ്ട് ഗൗരിനെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നു. എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറയുമ്പോൾ കമലടുത്തേക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, എന്തോ കണ്ട് പേടിച്ചതെന്നാണ് തോന്നണേ, നീ വായു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഗൗരി വേഗം ചെല്ലുന്നുണ്ട്. ഗൗരിയും പോകുന്നുണ്ട്. കൂടെ തന്നെ ശങ്കറും ഗൗരിയും കൂടെയാണ് കമലയുടെ മുറിയിലേക്ക് ചെല്ലുന്നത്. ശേഖർ ഇരിക്കുന്നുണ്ടാവും അവിടെ. ആ സമയത്ത് ഇങ്ങനെ ഗൗരി എന്നും വിളിച്ച് പിച്ചും പേയും പറയുന്നുണ്ട് നമ്മുടെ കമല. ഗൗരിയാണെങ്കിൽ കമലടുത്തിയുടെ തലയിൽ തലോടിയിട്ട് ഗൗരി ഇവിടെ ഉണ്ട്, കമലടുത്തി പേടിക്കേണ്ട, എന്താ കമലടുത്തേക്ക് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഗൗരി ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോ, ഇവിടെയുള്ളവരെല്ലാവരും കൂടി നിന്നെ കൊല്ലും, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം എന്നൊക്കെ പറയുമ്പോൾ കമലടുത്തി എന്താ പറയുന്നത്, എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല ഗൗരി, നീ ടെറസിലേക്ക് പോകരുത്, അവിടെ അപകടം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ശങ്കറൊക്കെ ഇത് ആകെ കേട്ടോ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. ഗൗരി ആണെങ്കിൽ അത് വലിയ കാര്യമാക്കുന്നില്ല. രാധാമണിക്കും ശേഖറിനാണെങ്കിൽ ആകെ ടെൻഷനാവുന്നുണ്ട്, എന്തൊക്കെയാണ് വിളിച്ച് പറയണേന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ആ സമയത്ത് തന്നെ ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ വന്ന് കമലയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ കമല ഉറങ്ങും. പിന്നീട് ഇന്ന് കമലയുടെ കാര്യത്തിൽ പേടിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട് കമലത്തിൻ്റെ കൂടെ ഞാൻ നിന്നോളാം ഇന്ന് രാത്രി മുഴുവനെന്ന് പറഞ്ഞപ്പോൾ ശങ്കർ ആകെ ഇടിവെട്ടേറ്റ പോലെ നിൽക്കുന്നുണ്ട്. അത് ശരിയാണല്ലോ, നീ ഇവിടെ നിന്നോളാൻ പറയുന്നുണ്ട് രാധാമണി. അപ്പോൾ ശങ്കർ പറയുന്നുണ്ട് ഇന്ന് ഇവിടെ മുഴുവനും ഇവിടെ നിൽക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്ന് നിൽക്കണം, ശങ്കർ പൊക്കോളാൻ പറയുമ്പോൾ ശങ്കർ ആകെ ചമ്മി എല്ലാവരും നിരാശയോടുകൂടി മുറിയിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് രാധാമണിനെയും ശേഖരനെയും അതുപോലെ തന്നെ മഹാദേവനെയാണ് കാണിക്കുന്നത്. മഹാദേവൻ പറയുന്നുണ്ട് ആ കമലയുടെ നാവ് അടങ്ങിയിരിക്കുമോ, ആ കമല എന്തൊക്കെയാണ് പറയണതെന്ന് ചോദിക്കുന്നുണ്ട്. കമല ഞാൻ ആ വേലക്കാരിയോട് ഗൗരിനെ ഷോക്ക് അടിപ്പിച്ച് കൊല്ലാൻ പോകണമെന്ന് പറഞ്ഞത് കമല കേട്ടു. ആ സമയത്ത് തന്നെയാണ് കമലയുടെ ബോധവും പോയത്. അച്ഛൻ പേടിക്കേണ്ട, അവളെ നാക്കടക്കാനൊക്കെ എനിക്കറിയാം, അവളെ നാക്കുന്ന ഇല്ലാണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ നീ എന്നിട്ടാണ് പറയുന്നത്, നിനക്ക് വല്ല ബോധമുണ്ടാ, അവളുടെ വയറ്റിലേ എൻ്റെ പേരക്കുട്ടി ഉണ്ട്, അതുകൊണ്ട് അവൾക്കൊന്നും സംഭവിക്കരുത്, അവൾ ഗൗരിയോട് ഒന്നും പറയുകയും ചെയ്യരുത്, അവളുടെ നാവ് അനങ്ങരുത്, പക്ഷെ അവൾക്കൊന്നും സംഭവിക്കുകയും ചെയ്യരുത്. എന്തായാലും ഗൗരിക്ക് നല്ല ഭാഗ്യമുണ്ട്, എന്തെല്ലാം ഒപ്പിച്ചു, പെട്രോൾ ഒഴിച്ചു, ഷോക്ക് അടുപ്പിക്കാൻ നോക്കിയിട്ടൊന്നും അവൾ മരിച്ചില്ലല്ലോ, അവൾക്ക് നല്ല ആയുസ്സുണ്ടെന്നൊക്കെ രാധാമണി പറയുമ്പോൾ നീ പേടിക്കേണ്ട, എൻ്റെ കുട്ടി ശങ്കരൻ്റെ പെണ്ണായിട്ട് അവൾ അധികം നാൾ ഇവിടെ വാഴൂല, അവളെ എത്രയും പെട്ടെന്ന് ഞാനിവിടെ നിന്ന് കൊല്ല് തന്നെ ചെയ്യുള്ളൂ, അല്ലാണ്ട് ഓടിക്കല്ല ചെയ്യുക, ശങ്കറിൻ്റെ ജീവിതത്തിൽ നിന്ന് അവളെ ശരിക്കും ഞാൻ തുടച്ചു നീക്കുമെന്ന് പറഞ്ഞ് ക്രൂരമായൊരു മുഖത്തോടെ നിൽക്കുന്ന മഹാദേവനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.